വെൽക്കം ടു പ്രെപ്സ്കെ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഈയിടെയാണ് സുപ്രീം കോടതി ടെറ്റ് എക്സാമുകൾക്ക് നിർബന്ധമാക്കിയത് അല്ലെ. ടെറ്റ് എക്സാം എന്നാണ് നിർബന്ധമാക്കി. നമ്മുടെ ടീച്ചേഴ്സ് കോഴ്സുകൾക്ക് അല്ലെങ്കിൽ നമ്മളൊരു ടീച്ചറായിട്ട് നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ടീച്ചറായിട്ട് നമ്മൾ നിയമിക്കപ്പെടണമെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ടെറ്റ് എക്സാം പാസ്സാവണം എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിസ്കയിൽ ഒരു ടെറ്റിന് വേണ്ടിയിട്ട് ഒരു 70 ദിവസം കൊണ്ട് ടെറ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ അവതരിപ്പിക്കുകയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്രാക്ക് ചെയ്യാം. ടെറ്റ് നിങ്ങൾക്ക് ആരുടെ ഒപ്പം, പ്രിപ്സ്കെയിലിനൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു 70 ദിവസത്തെ എക്സാം ഓൺലി ബാച്ച് ആണ്. ഓക്കെ, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബാച്ച്. അതാണ് ഈ ടെറ്റിന്റെ 2 പേപ്പറും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ, ടെറ്റിന്റെ പേപ്പർ 1ഉം പേപ്പർ 2ഉം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സ്ക്ലൂസീവ്ലി എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണ് വരുന്നത്. 7 days പ്ലാൻ ആണ്. ഇതിന്റെ കൂടെ PDF മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ഇനി അടുത്ത ടെറ്റിന് വേണ്ടിയിട്ട് 70 ദിവസമാണ് എന്ത് ചെയ്യുന്നത് ബാക്കിയുള്ളത് അല്ലെ. 70 ദിവസമാണ് ബാക്കിയായിട്ടുള്ളത്. അപ്പൊ ആ 70 ദിവസം എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു പല ആളുകൾക്കും ഉള്ള ഒരു ഡൗട്ടാണ് അത്. ഈ ഒരു 70 ദിവസം കൊണ്ട് നമുക്ക് ഇനി ടെറ്റ് നമുക്ക് പഠിച്ച് എടുക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ടെറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് പലരുടെയും ഡൗട്ടാണ്. എന്നാൽ പറ്റും. 70 ദിവസം കൊണ്ട് നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ മറ്റ് കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട്, മറ്റ് പ്രതിസന്ധികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, മറ്റ് എല്ലാ കാര്യങ്ങളെയും തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു 70 ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ടെറ്റ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതെങ്ങനെയാണ്, നമ്മളൊരു വീക്ക്ലി ഷെഡ്യൂൾ എന്നുള്ള രീതിയിലാണ്. പേപ്പർ 1നും പേപ്പർ 2നും വീക്ക്ലി ഷെഡ്യൂൾ എന്നുള്ള രീതിയിൽ പോവുകയാണ് ചെയ്യുക. അപ്പൊ ഈ വീക്ക്ലി ഷെഡ്യൂളിൽ നമ്മളിപ്പം ഈ പറഞ്ഞിട്ടുള്ള പേപ്പർ 1ന്റെ വീക്ക് 1ലെ ഷെഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ എന്നിങ്ങനെ 7 ദിവസങ്ങളിലായിട്ട് നമുക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ പഠിച്ചു പോകേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, പരിശോധിക്കാം. ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾക്ക് PDF ക്ലാസ്സുകൾ എന്ത് ചെയ്യും കിട്ടും അല്ലെ. PDF ക്ലാസ്സുകളിലെ PDF എന്ത് ചെയ്യും, ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യും കിട്ടും. ഓക്കെ, ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള PDF കിട്ടും. ആ PDF കൂടാതെ ഡെയിലി എക്സാമുകളും ഉണ്ടാവും. അതായത് ആ പറഞ്ഞിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ ആ ടോപ്പിക്കിന്റെ PDF-നെ ബേസ് ചെയ്തുകൊണ്ട് ഓരോ ഡെയിലി എക്സാമുകളും ഉണ്ടാവും. പേപ്പർ 1ന്റെ വീക്ക് 1ലെ ഷെഡ്യൂൾ, പ്രധാനപ്പെട്ട ഷെഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ 70 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞിട്ടുള്ള 2 പേപ്പർ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. ഓക്കെ, അപ്പൊ മൺഡേ CDP ആണ് വരിക, കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആണ് മൺഡേ വരുന്നത്. അതിന്റെ PDF ഡെയിലി എക്സാം എന്നിവ ഉണ്ടാവും. ഓക്കെ, നമ്മൾ രാവിലെ എന്ത് ചെയ്യും, രാവിലെ നമ്മൾ ഈ PDF കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോപ്പിക്കുകൾ ഹൃദയസമാക്കുന്നു. അതിന്റെ എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. എപ്പോ, വൈകുന്നേരം. അന്ന് വൈകുന്നേരം തന്നെ നമ്മൾ എന്ത് പഠിച്ചു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, വൈകുന്നേരം നമുക്ക് വിലയിരുത്താൻ വേണ്ടി പറ്റും. നമ്മൾ രാവിലെ പഠിച്ചത് നമുക്ക് വൈകുന്നേരം എന്ത് ചെയ്യാം, വിലയിരുത്താം. നെക്സ്റ്റ് ട്യൂസ്ഡേ വരുന്നത് മാത്തമാറ്റിക്സ് ആണ്, നമ്പർ സിസ്റ്റം, അതിന്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ വരും. പിന്നെ വെനസ്ഡേ അത് EVS വരും, അതിന്റെ ഫാമിലി ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ആ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. തേഴ്സ്ഡേ ലാംഗ്വേജ് 1 റീഡിംഗ് കോംപ്രിഹെൻഷൻ വരും. ഫ്രൈഡേ ലാംഗ്വേജ് 2 വരും, അതിന്റെ പെഡഗോഗി ഓഫ് ലാംഗ്വേജ് വരും. പിന്നെ ഏറ്റവും പ്രധാനം സാറ്റർഡേ അല്ലെ. പ്രധാനം സാറ്റർഡേ ആണ്. സാറ്റർഡേ അതൊരു റിവിഷൻ ഡേ ആണ്. ഓക്കെ, സാറ്റർഡേ റിവിഷൻ ഡേ ആണ്. നമ്മൾ എന്താണ് ഒരു വീക്കിൽ പഠിച്ചിട്ടുള്ളത്, ഓക്കെ, എന്താണ് നമ്മൾ ആ ഒരു വീക്കിൽ പഠിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു അല്ലെ. 5 ദിവസങ്ങളിൽ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള PDF-ഉം കാര്യങ്ങളൊക്കെ പഠിച്ചു. ആ ദിവസങ്ങളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, എക്സാം അറ്റൻഡ് ചെയ്തു. എന്നാൽ സാറ്റർഡേ എന്ത് ചെയ്യുന്നു, സാറ്റർഡേ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ദിവസം പഠിച്ചത് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റിവിഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത്. നമുക്കറിയാം റിവിഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. കാരണം ഏതൊരു കാര്യം നമ്മൾ പഠിച്ചാലും മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ആരുടെയും കുറ്റമല്ല, മനുഷ്യ സഹജമാണ് മറവി എന്നുള്ളത്. അപ്പോൾ നമ്മൾ വീണ്ടും റിവിഷൻ ചെയ്യണം. റിവിഷൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ച പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ വീക്കിലി എന്ത് ചെയ്യും, സാറ്റർഡേ ശനിയാഴ്ച നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മുഴുവനും എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു അല്ലെ. വീണ്ടും ഒരു റിവിഷൻ ചെയ്യുന്നു പറഞ്ഞാൽ പഠിക്കുന്നു എന്ന് നമുക്ക് പറയാം. വീണ്ടും ഒന്നുകൂടി നമ്മളൊന്ന് പഠിക്കുന്നു പറയാം. ഓക്കെ,
പിന്നെ എന്ത് ചെയ്യും, അതിന്റെ അവസാനം അതായത് ആ വീക്കെൻഡിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ വീക്ക്ലി മോക്ക് ടെസ്റ്റ് കൂടി ഉണ്ടാവും. ഓക്കെ, നമ്മൾ എന്താണ് ഡെയിലി മോക്ക് ടെസ്റ്റ് കൂടാതെ എന്താണ് ഒരു വീക്ക്ലി മോക്ക് ടെസ്റ്റ്, അതായത് നമ്മൾ എന്തൊക്കെ പഠിച്ചു അല്ലെ, ആ ഒരു ആഴ്ചയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഒരു മോക്ക് ടെസ്റ്റ് കൂടി നമുക്ക് എന്താണ് കിട്ടും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വീക്കിലെ പഠനം എന്ത് ചെയ്യുന്നത് സ്ട്രക്ചറൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പേപ്പർ 2 നമ്മൾ എന്ത് ചെയ്യും, വീക്ക് 1 ഇതിന്റെ ഷെഡ്യൂൾ നമുക്ക് നോക്കാം. ഓക്കെ, പേപ്പർ 1 എന്താണ് ഷെഡ്യൂൾ നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പേപ്പർ 1 പറഞ്ഞു, ഇനി നമുക്ക് എന്ത് ചെയ്യാം പേപ്പർ 2 എങ്ങനെയാണ് ആ വീക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് പോകുന്നത് എന്നുള്ളത്. മൺഡേ എന്താണ് CDP പഠിക്കുന്നു, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് PDF, അതിന്റെ എന്താണ് എക്സാം കാര്യങ്ങളൊക്കെ ഡെയിലി ഉണ്ടാവും. പിന്നെ എന്താണ് ട്യൂസ്ഡേ എന്താണ് SST മാത്സ് ഉണ്ട്. അപ്പൊ എന്താണ് ഹിസ്റ്റോറിക്കൽ സോഴ്സ്, അൽജിബ്ര തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവും. എന്താണ് അതിന്റെ PDF-ഉം ഡെയിലി എക്സാം, വൈകുന്നേരം അതിന്റെ ഡെയിലി എക്സാം ഉണ്ടാവും. വെനസ്ഡേ എന്ത് ചെയ്യും, നമ്മൾ സയൻസ് അല്ലെങ്കിൽ എന്താണ് പൊളിറ്റി പഠിക്കും അല്ലെ, സയൻസും പൊളിറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കുന്നു. ഫുഡ് എന്താണ് കമ്പോണൻസ്, ഡൈവേഴ്സിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നോക്കും. അതിന്റെ PDF-ഉം അതിന്റെ ഡെയിലി എക്സാം നമുക്ക് എന്ത് ചെയ്യും, വൈകുന്നേരം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡെയിലി എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. തേഴ്സ്ഡേ എന്ത് ചെയ്യും, തേഴ്സ്ഡേ നമ്മൾ ലാംഗ്വേജ് 1 നോക്കും അല്ലെ, അതിന്റെ ഗ്രാമർ, പെഡഗോഗി തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ നോക്കും. അതിന്റെ എന്താണ് PDF-ഉം കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും രാവിലെ കിട്ടും, വൈകുന്നേരങ്ങൾ എന്ത് ചെയ്യും അതിന്റെ എക്സാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഫ്രൈഡേ ആകുമ്പോൾ എന്താണ് അത് നമ്മൾ ലാംഗ്വേജ് 2 പോകും അല്ലെ, അൺതീം പാസേജ് അനാലിസിസ് എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യും, ആ ടോപ്പിക്കാണ് ഫ്രൈഡേ നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത് അല്ലെ. അതിന്റെ എക്സാം എന്താണ് നമുക്ക് വീക്കിലി എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ പഠിച്ചു, ആ പഠിച്ചതിന്റെ ക്ലാസിന്റെ അവസാനം അല്ലെങ്കിൽ ആ ദിവസത്തിന്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ എക്സാമും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്നു. അതിന്റെ എന്താണ് സാറ്റർഡേ നമ്മൾ എന്താണ് പേപ്പർ 1 പഠിച്ചതുപോലെ തന്നെ എന്താണ് സാറ്റർഡേ എന്ന് വരുന്നത് എന്താണ് ഈ പറഞ്ഞ പേപ്പർ 2 എന്താണ് റിവിഷൻ ആണ്. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് എന്താണ് റിവിഷൻ ആണ്. അതായത് നമ്മൾ ഒരാഴ്ച എന്താണ് പേപ്പർ 2 നമ്മൾ എന്തൊക്കെ പഠിച്ചോ അതിന്റെ റിവിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു ആ പറഞ്ഞിട്ടുള്ള ശനിയാഴ്ച നമ്മൾ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ ആ രീതിയിൽ എന്താണ് പേപ്പർ 1-ഉം പേപ്പർ 2-ഉം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ദിവസം തന്നെ പഠിക്കുകയാണ് അല്ലെ. പേപ്പർ 1-ന്റെ എന്താണ് ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഒരു ദിവസം പഠിച്ചാൽ അന്ന് ആ ദിവസം തന്നെ എന്ത് ചെയ്യും പേപ്പർ 2-ന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും PDF പഠിക്കും. 2 എക്സാമും നമ്മൾ എന്ത് ചെയ്യും എൻഡിൽ എന്തായും ആ ഒരു ദിവസം ചെയ്യും. അതുപോലെ തന്നെ എന്താണ് വീക്കിലിയും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് വീക്കെൻഡിൽ സാറ്റർഡേ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരാഴ്ച മുഴുവൻ പഠിച്ചത് എന്ത് ചെയ്യുന്നു വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു വീക്കിലി എക്സാമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആ പറഞ്ഞിട്ടുള്ള ഒരാഴ്ച നമ്മൾ കവർ ചെയ്തതിന്റെ ഒരു എക്സാം നമ്മൾ എന്ത് ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ പേപ്പർ 1-നും പേപ്പർ 2-നും എന്താണ് തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള എന്താണ് ഒരു വീക്ക്ലി ടൈം ടേബിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സെറ്റ് ചെയ്യുന്നത്. ആ ടൈം ടേബിളിനനുസരിച്ച് എന്ത് ചെയ്യാം നമുക്ക് പഠിച്ചു പോകാം. 70 ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു സിലബസ് കവർ ചെയ്യുന്നു. സിലബസിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തു നമ്മൾ ഡെയിലി ടെസ്റ്റുകൾ നടത്തുന്നു, മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ട് എന്താണ് നമ്മൾ ആ ഒരു രീതിയിലേക്ക് എക്സാമിന്റെ ഒരു പാറ്റേൺ രീതിയിലേക്ക് എന്താണ് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പഠനമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുക. ഓക്കെ, ഇനി ഇതിന്റെ കോഴ്സ് ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്? ഡെയിലി എക്സാമുകൾ ഉണ്ട് അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്താണ് ഡെയിലി എക്സാമുകൾ നമുക്ക് വരും. വീക്കെൻഡ് റിവിഷൻ ഉണ്ട് അല്ലെ, വീക്കെൻഡ് റിവിഷൻ ഉണ്ട്. ഹൈ ക്വാളിറ്റി PDF സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട്. ഓക്കെ, ഹൈ ക്വാളിറ്റി എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പഠിക്കാനുള്ള. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമായിട്ട് വരുന്നത് ആവശ്യമായിട്ടുള്ളത് മാത്രം വരുന്ന രീതിയിൽ എന്താണ് പ്രിസൈസ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി PDF മെറ്റീരിയൽസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് കൂടാതെ എന്താണ് മോഡൽ എക്സാമുകൾ ഉണ്ട് അല്ലെ, മോഡൽ എക്സാമുകളും പിന്നെ എന്താണ് പ്രീവിയസ് ഇയർ എക്സാംസും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ വീക്കിലി എന്നുള്ള രീതിയിൽ നമ്മൾ പ്രധാനപ്പെട്ട എന്താണ് പേപ്പർ 1-ഉം പേപ്പർ 2-ഉം എന്താണ് നിശ്ചിത ടോപ്പിക്സുകൾ എന്ത് ചെയ്യുന്നു കവർ ചെയ്യുന്നു. അങ്ങനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു 70 ദിവസം കൊണ്ട് നമ്മൾ എന്താണ് CTET-ന് കംപ്ലീറ്റ് ആയിട്ട് പേപ്പർ 1-നും പേപ്പർ 2-നും കൂടി നമ്മൾ 2-നും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു 70 ദിവസം കൊണ്ട് നമ്മൾ പ്രിപ്പയർ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആ പഠിച്ചെന്താണ് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എക്സാം എഴുതി നമ്മൾ എന്ത് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു സ്ട്രക്ചറിലേക്ക് വരികയാണ്. നമ്മൾ എന്താണ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുകയാണ്. അതായത് എന്താണ് എക്സാം ഓട്ടോമാറ്റിക്കലി പാസ്സാവുന്ന ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്താണ് ഈ ഒരു PDF പഠനവും പിന്നെ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്ന ഈ പ്രാക്ടീസ് ടെസ്റ്റിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് വേണ്ട എല്ലാ എന്താണ് സോഴ്സും എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ ഭാഗമായിട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഒരു എന്താണ് പ്രൈസിങ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം എന്താണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറഞ്ഞ ഫീസ് സ്ട്രക്ചർ ആണുള്ളത്. അതെന്താണ് പേപ്പർ 1-ന് എന്താണ് 799 രൂപയും പേപ്പർ 2-ന് എന്താണ് 999 രൂപയും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പൊ അതാണ് 70 ദിവസത്തെ കംപ്ലീറ്റ് എന്താണ് പാക്കേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് കംപ്ലീറ്റ് ആക്സസ് ഫോർ 70 days. എന്താണ് ഡെയിലി എക്സാംസുകൾ ഉണ്ടാവും, PDF നോട്ട്സ് ഉണ്ടാവും,
മാത്സ് സയൻസ് ഓർ സോഷ്യൽസ് ഇതാണ് പേപ്പർ 2 വരുന്നത്. ഡെയിലി എക്സാമും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും. അപ്പോൾ അതാണ് 799 രൂപ 999 രൂപ എന്നുള്ള ഏറ്റവും ചുരുങ്ങിയ ഫീസ് സ്ട്രക്ചറിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് CTET-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അറിയാം അല്ലെ എന്താണ് ടെറ്റ് എക്സാമുകളുടെ പ്രാധാന്യം, എന്താണ് സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവോടുകൂടി എന്താണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അല്ലെ. ടെറ്റ് എക്സാമുകൾ ഇല്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്ക് കേന്ദ്രത്തിലോ അല്ലെങ്കിൽ സംസ്ഥാനത്തോ എന്തായാലും വേണ്ടി പറ്റില്ല, ഒരു ടീച്ചറായിട്ട് നിയമിക്കപ്പെടാൻ വേണ്ടി പറ്റില്ല അല്ലെ. നമുക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ ടെറ്റ് നിർബന്ധമാണ് അല്ലെ. അപ്പോൾ എന്താണ് കേന്ദ്രത്തിൽ എന്താണ് ഒരു ജോലിയാണെങ്കിൽ CTET നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ മറ്റ് ടെറ്റ് എക്സാമുകൾ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ എന്താണ് ടെറ്റ് ഇല്ലാതെ എന്താണ്, അല്ലെങ്കിൽ ടെറ്റിന്റെ പ്രാധാന്യം എന്താണ് സുപ്രീം കോടതിയുടെ വിധിയോടുകൂടി എന്താണ് നമ്മളെല്ലാവരും ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ടെറ്റ് എക്സാം എന്താണ് എല്ലാവർക്കും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും പെട്ടെന്നുള്ള രീതിയിൽ ടെറ്റ് എക്സാമുകൾ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു CTET എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണോ നിങ്ങൾക്ക് ലക്ഷ്യം, അല്ലെങ്കിൽ കേരളത്തിലൊരു ജോലിയാണോ നിങ്ങൾക്ക് ലക്ഷ്യം, CTET നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ 70 ദിവസം കൊണ്ട് നിങ്ങൾക്ക് CTET ക്വാളിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. ഇതിന്റെ കൂടുതലായിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് 70 ദിവസത്തെ ടൈം ടേബിൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അയച്ചു തരും. ഓക്കെ, നിങ്ങൾക്ക് ടൈം ടേബിൾ ഉൾപ്പെടെ ഫ്രീ ആയിട്ട് ഒരു ടൈം ടേബിൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈം ടേബിൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്, താഴെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാൻ മതി, ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നല്ല സ്ട്രക്ചർഡ് ആയിട്ട് നല്ല മികച്ച രീതിയിൽ പഠനം കൊണ്ടുപോയി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ടെറ്റ് നേടിയെടുക്കാം. 70 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ടെറ്റ് നേടിയെടുക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും. അതുവരെ നന്ദി.